അപകടക്കുളി ശീലങ്ങൾ. നമ്മുടെ പല ശീലങ്ങളും നമ്മുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ആരോഗ്യത്തെക്കാൾ കൂടുതൽ സൗന്ദര്യത്തെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ച് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മുടിയുടെ കാര്യത്തിൽ. കാരണം നമ്മുടെ കുളിശീലങ്ങളിൽ പലതും മുടിയുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നവയാണ്. അവ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഷാംപൂ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുടി നനയുന്നതിന് മുൻപ് തന്നെ ഷാംപൂ ഉപയോഗിക്കുന്ന ശീലം ഉള്ളവരാണ് നമ്മളിൽ പലരും. ഇത് തലയോട്ടിയെ വൃത്തിയാക്കില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും മുടി ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോവാനും കാരണമാകുന്നു. ഗുണമില്ലെന്ന് കണ്ട് ഉടൻ തന്നെ ഷാംപൂ മാറ്റുന്നത് മുടിയുടെ ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിക്കും. ഉപയോഗിച്ചു തുടങ്ങി അല്പസമയം കാത്തിരുന്നാൽ മാത്രമേ ഫലം ലഭിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. മുടിക്കനുസരിച്ച ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. വില കണ്ടും പരസ്യം കണ്ടും ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. കണ്ടീഷണർ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധ നൽകുക. ഇവ ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകും. ദിവസവും മുടി കഴുകുന്നതും മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഇത് മുടിയിലെ ഫോളിക്കിൾസിനെ ഇല്ലാതാക്കും. അമിതമായ രീതിയിൽ ഒരിക്കലും കണ്ടീഷണറോ ഷാംപൂവോ മുടിയിൽ ഉപയോഗിക്കരുത്. ഇത് മുടിയെയും മുടിയുടെ ചർമ്മത്തെയും വരണ്ടതാക്കും. ചൂടുവെള്ളത്തിൽ യാതൊരു കാരണവശാലും മുടി കഴുകരുത്. ഇത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാക്കും. ഷാംപൂ ആയാലും കണ്ടീഷണർ ആയാലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുഴുവനായി കഴുകിക്കളയണം. അല്ലാത്ത പക്ഷം താരൻ പോലുള്ള പ്രശ്നങ്ങൾ കാരണമാകും. നനഞ്ഞ മുടി ടവൽ ഉപയോഗിച്ച് തുവർത്തുമ്പോഴും ശ്രദ്ധ വേണം. കാരണം അമർത്തി തുടയ്ക്കുന്നത് മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. നനഞ്ഞ മുടി ഒരിക്കലും ചീകരുത് എന്നതാണ് കാര്യം. നനഞ്ഞ മുടി ചീകുന്നത് മുടി പൊട്ടിപ്പോകാനും മുടിയുടെ അറ്റം പിളരാനും കാരണമാകും.